അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, 2 വർഷത്തോളം നടന്ന ഒരു വലിയ തട്ടിപ്പ്, 1000 കോടിയിലധികം വരും എന്ന് പ്രാഥമിക നിഗമനം. ഇപ്പോൾ 34 കോടിയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലെ കേസ്. പക്ഷേ പരാതിയുടെ എണ്ണം കൂടുന്തോറും അതിൻ്റെ ആഴം കൂടിക്കൊണ്ടിരിക്കുന്നു, വലിപ്പം കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ 2 വർഷമായി കേരളത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കളെ മുന്നിൽ നിർത്തി അവരറിഞ്ഞോ അറിയാതെയോ നടത്തിയൊരു വലിയ തട്ടിപ്പ് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം അറിയുന്നതിൽ ഒരു വൈകൽ സംഭവിച്ചിട്ടുണ്ടോ? ഈ സാധാരണക്കാരായ മനുഷ്യർ, അംഗൻവാടി പ്രവർത്തകർ, പ്രൊമോട്ടർമാർ, അതേപോലെ പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നവർ, അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഒക്കെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് പലയിടങ്ങളിലും. ഇത് നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനം ഇത്രയും വലിയൊരു തട്ടിപ്പ് നടക്കുന്നിട്ടും അതറിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും ശ്രീ അനിൽകുമാർ? ഒരു പരാതിക്കാരനില്ലാതെ സാമ്പത്തിക ഇടപാടുകളിൽ കേസെടുക്കുന്നതിന് പോലീസിന് പരിമിതികളുണ്ട്. ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുമ്പോൾ, വഞ്ചിക്കപ്പെട്ടവൻ പരാതി നൽകുമ്പോൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് നീതിന്യായ സംവിധാനത്തിലേക്ക് പരാതികൾ കേസാക്കി എത്തിക്കാനാവുക. അല്ലാതെ നമ്മുടെ നാട്ടിൽ ധാരാളം തട്ടിപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവിടെ ഇത്തരമൊരു തട്ടിപ്പിൻ്റെ പരിസരം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ പരിശോധിച്ചാൽ CSR ഫണ്ടിലെ പൊതുനന്മ ഫണ്ട് ഇതിനായി ടാപ്പ് ചെയ്യും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കമ്പനി നിയമപ്രകാരമുള്ള CSR ഫണ്ട് സ്കൂട്ടർ പോലുള്ള ഒരു ഉപകരണം വാഹനം വാങ്ങാൻ ആവശ്യമായ ഫണ്ടല്ല. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ലഭ്യമാകേണ്ടതാണ് പൊതുനന്മ ഫണ്ട്. അവരുടെ ചികിത്സയുടെ കാര്യമാവാം, അല്ലെങ്കിൽ അത്യാവശ്യം വീട് നിർമ്മിക്കുന്നതാവാം, മറ്റു കാര്യങ്ങളാവാം. പക്ഷേ അത് പൊതുനന്മ ഫണ്ടാണെന്നും അതിൻ്റെ ഭാഗമായി അത് സ്കൂട്ടർ ലഭിക്കുമെന്നും ഗൃഹോപകരണങ്ങൾ ലഭിക്കുമെന്നും ഒരു പ്രചരണം നടത്തിയ സാഹചര്യം പരിശോധിക്കേണ്ടതുണ്ട്. സാഹചര്യം മറ്റൊന്നുമല്ല, കേരളത്തിലെ BJP നേതൃത്വം അക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാടെന്താണെന്ന് പരിശോധിക്കണം. BJPയുടെ 2 സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ഒന്ന് കോൺഗ്രസ്സുകാരിയായിരുന്നപ്പോൾ വനിതാ കമ്മീഷൻ്റെ അംഗമായിരുന്ന പ്രമീള ദേവി, അവരുടെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് അവരോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും BJPയിൽ ചേരുകയും ചെയ്ത തൊടുപുഴയിലെ ഗീതാകുമാരിയാണ്. പ്രമീള ദേവി പറയുന്നത് ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്ന്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പ്രമീള ദേവി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡയറക്ടറായിരുന്നു. അവർ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സ്വന്തം മകളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്ന കാര്യമാണ്. ഇനി AN രാധാകൃഷ്ണൻ്റെ കാര്യം നോക്കൂ. അദ്ദേഹം കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം പതിച്ച് പരിപാടികൾ നടത്തിയതിൻ്റെ, ബോർഡ് വെച്ചതിൻ്റെ ഒരു 65-70 സ്ക്രീൻഷോട്ടുകൾ പല സ്ഥലങ്ങളിലെ അദ്ദേഹവും സ്കൂട്ടറുമൊപ്പം വനിതകൾക്കൊപ്പം നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ വനിതാ ശാക്തീകരണത്തിൻ്റെ കേരളത്തിലെ അംബാസഡർ എന്നാണ് ബഹുമാനപ്പെട്ട AN രാധാകൃഷ്ണനെക്കുറിച്ച് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ CPMൽ പല കമ്മിറ്റികളിലും ഞാനൊക്കെ ഇതിന് ചർച്ച കേട്ടിട്ടുണ്ട്. അപ്പോൾ BJP കേരളത്തിൽ വേരുപിടിക്കാൻ വേണ്ടി, വേരുറപ്പിക്കാൻ വേണ്ടി പല പരിപാടികൾ നടത്തുന്ന കൂട്ടത്തിൽ ഒന്നാണിത്. അവർ കമ്പനികളുടെ CSR ഫണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ടാർഗറ്റ് ചെയ്ത് കൊടുപ്പിക്കലാണ്. സ്വാഭാവികമായും സ്കൂട്ടർ കിട്ടുന്നവർ അവരോടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. അതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നതാണ് എന്ന ചർച്ചകൾ വരെ ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ വന്നിരുന്നതും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവിടെ സായി ഫെഡറേഷൻ, നമുക്ക് സായിബാബയെക്കുറിച്ചൊക്കെ ഉള്ള ഓർമ്മകൾ വരുമ്പോൾ അതൊക്കെ തന്നെ ഏതെങ്കിലും മതവുമായി മാത്രം ബന്ധപ്പെട്ടല്ല, അല്ലെങ്കിൽ ഒരു RSSുമായി ബന്ധപ്പെട്ടല്ല എന്ന് കാണാം. പക്ഷേ ഇതിൻ്റെ ഫലത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവർ സംഘപരിവാരുകാരാണ്. ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടൊരു വ്യക്തി, അദ്ദേഹത്തിന് 2 കോടി രൂപയാണ് ഈ തട്ടിപ്പുകാരനായ ആൾ കൊടുത്തതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരം. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം 2 കോടി രൂപ വാങ്ങുന്നത്? എന്തടിസ്ഥാനത്തിലാണ് 2 കോടി രൂപ അദ്ദേഹം കൈപ്പറ്റേണ്ടത്? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനൊരു സംശയം, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് പ്രാഥമികമായി നമുക്ക് സംശയിക്കാം. കാരണം അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പേര് പറയുന്നു, നാരീശക്തിയെക്കുറിച്ച് ചിലയിടങ്ങളിൽ പറയുന്നു. പക്ഷേ അതിനോട് സഹകരിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തവരിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, CPMൻ്റെ നേതാക്കളുണ്ട്, മന്ത്രിമാരുണ്ട്. അപ്പോൾ ഇതറിയാതെ ഇതിന് പിന്നാലെ പോകുമ്പോൾ അവിടെയായിരുന്നു എൻ്റെ ചോദ്യം. മന്ത്രിമാരടക്കം MLAമാരടക്കം ഇത്തരം പരിപാടികളിൽ തട്ടിപ്പുകൾ നടക്കുന്ന ഇടങ്ങളിൽ പോയി അവരുടെ മുഖസാന്നിധ്യമായി ഉദ്ഘാടന വേദിയിൽ നിന്നത് കൂടുതൽ വിശ്വാസ്യത കൂട്ടി. അത് യഥാർത്ഥത്തിൽ ഇൻ്റലിജൻസ് ഫെയിലിയർ ആയിരുന്നു എന്നതായിരുന്നു എൻ്റെ ചോദ്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അതെ, നമ്മുടെ നാട്ടിലെ പരിപാടികൾ നടക്കുമ്പോൾ എങ്ങനെയാണ് ജനപ്രതിനിധികളെ വിളിക്കുന്നത്?
ഒരു പരിപാടിയുണ്ട്, സ്കൂട്ടർ വിതരണമാണ്, ഒന്ന് വരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടാവും. അതിൽ നിന്ന് LDFകാർ മാറി നിൽക്കാറില്ല, മന്ത്രിമാർ മാറി നിൽക്കാറില്ല. ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി ഇന്ന് പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തെ ശ്രീ അനന്തകുമാർ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് കാണപ്പെടുന്നത്, സംഘപരിവാരക്കാരനായിരിക്കും. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി തന്നെ അതിൻ്റെ ഒരു അഡ്വൈസർ നിലയ്ക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ നിൽക്കുന്ന ഒരാളായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ സഹകരിക്കുന്നൊരു സ്ഥാപനമാകുമ്പോൾ സ്വാഭാവികമായും ഒരു ചടങ്ങിന് വിളിച്ചാൽ പോയെന്നിരിക്കും. നിങ്ങളൊരാൾക്ക് മറ്റൊരാൾ പണം നൽകുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ അബേറ്റ്മെൻ്റ് ഉണ്ടാകുന്നത്. അങ്ങനെ ഏതെങ്കിലും വ്യക്തികളോട് പണം വാങ്ങിക്കൊടുക്കത്തക്ക വിധം CPM, അതിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രി, അതിൻ്റെ ഏതെങ്കിലും ഒരു MLA, ഞങ്ങളുടെ പാർട്ടിയുടെ ചുമതലക്കാർ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ടോ? മറിച്ച് സംഘടനാ സംവിധാനം ഇതിനായി വരെയും അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രമീളാദേവി അല്ലാതെ മറ്റാരെങ്കിലും പണം നൽകാൻ വേണ്ടി ആരെയെങ്കിലും സ്വാധീനം ചെലുത്തിയതായി വാർത്ത വന്നിട്ടില്ല. നമുക്കറിയുന്ന ഒരേ ഒരു കാര്യം, ഇവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുത്ത് അതിൻ്റെ വിശ്വാസ്യതയുള്ള ബ്രാൻഡ് അംബാസഡർമാർ എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്, അവരെ അറിഞ്ഞോ അറിയാതെയോ. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അനിൽകുമാർ, Debate with Dr. Arun Kumar.